ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റയൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ മന്തി. ചിക്കൻ മന്തിക്ക് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഒരു 1.25 കിലോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഞാനൊരു കത്തി വെച്ചാണ് ഇവിടെ കുത്തുന്നത്. അത് നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് ചിക്കൻ മാഗി ക്യൂബ്സാണ് വേണ്ടത്. അത് 2 എണ്ണം ചേർക്കുന്നുണ്ട്. ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് കിട്ടുന്നത്. പിന്നെ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില ഒരു പിടി, പുതിനയില ഒരു 2 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, രണ്ടും ചതച്ചതാണ്. ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് റെഡ് കളർ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ചിക്കനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒട്ടും ആവശ്യമില്ല. വീട്ടിൽ ചെയ്യുമ്പം ഇത് ചേർക്കേണ്ട ഒരു കാര്യമില്ല. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കളർ ചേർത്താൽ. അപ്പോൾ വേണ്ടവർ മാത്രം ചേർക്കുക. കാണാനൊരു ലുക്കിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ചിക്കനിലൊക്കെ ഇത് പിടിക്കാൻ വേണ്ടി എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം. അത് ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ടിത് മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കും. അതുകൊണ്ട് നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഉടനെ തന്നെ നമുക്ക് റൈസും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ബസ്മതിയുടെ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. മന്തിക്ക് എപ്പോഴും വലിയ റൈസാണ് നല്ലത്. അപ്പോൾ 1 മണിക്കൂർ നല്ല കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിരാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് ദം ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് വലിയ പാത്രത്തിൽ തന്നെ വേവിച്ചെടുക്കണം. ആദ്യം നമുക്കൊരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിടണം. അങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു സൈഡ് 10 മിനിറ്റും പിന്നെ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും, അങ്ങനെ ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും വേവിച്ചെടുക്കാം. ഒപ്പം വേവിച്ചെടുക്കണം. അരി വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 കറുവാപ്പട്ട ചെറിയ പീസ്, 4 ഏലയ്ക്ക, 4 ഗ്രാമ്പൂ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം. ചിക്കൻ വേവാറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കടിക്കാൻ നല്ല ഇച്ചിരി എരിവൊക്കെ വേണ്ടവർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചിക്കനൊക്കെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതവിടെ മൂടി വെക്കാൻ ചെറിയ തീയിൽ തന്നെ. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക്. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 90% ഒക്കെ വേവുമ്പോഴത്തേക്ക് നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം. കാരണം ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ടത് വെന്ത് കിട്ടും. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ തീ ഓഫ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ചിക്കൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, ചോറ് മുകളിലേക്ക്.
ഊറ്റി വെച്ചിരുന്ന ചോറ് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മഞ്ഞ കളറ് ചോറിന് കിട്ടാൻ വേണ്ടി ഇത് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഡ്രൈ ലെമണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവ് വേണ്ടവർക്ക് കടിക്കാനും ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് പച്ചമുളക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കാം. ഒരു 5-6 എണ്ണം കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. മുറിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ചോറിന് കിട്ടാൻ വേണ്ടി കരി അല്ലെങ്കിൽ ചാർക്കോൾ കത്തിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കത്തിച്ച് കനലാക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നടുക്കോട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഈ കനൽ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരും. എന്നിട്ട് ആ പുക വരുമ്പോൾ തന്നെ നമുക്ക് ഇത് മൂടി വെക്കാം. അലുമിനിയം ഫോയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വാഴയിലയാണ് വെച്ച് മൂടുന്നത്. അതിൻ്റെ എയർ ഒട്ടും പുറത്ത് പോകാതെ നല്ല ടൈറ്റായിട്ട് മൂടി നമുക്ക് വെക്കാം. അലുമിനിയം ഫോയിലിന് പകരക്കാരനായിട്ട് വാഴയില വെച്ചെങ്കിൽ നമ്മുടെ വാഴയിലയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഈ മന്തിക്ക് കിട്ടി. പിന്നെ നമുക്കൊരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞേ ഇത് ഓപ്പൺ ചെയ്യാവൂ. അന്നേരമാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടത്തുള്ളൂ. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മുകളിൽ നിന്ന് ആദ്യം റൈസ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. റൈസ് മാറ്റിയതിന് ശേഷം ചിക്കൻ പീസസ് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ മാറ്റിയ റൈസും കൂടി ഇതിലേക്ക് ഇട്ട് ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റൈസെല്ലാം നന്നായിട്ട് പൊടിയാതെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ വെച്ച് സെർവ് ചെയ്യാം. ഇങ്ങനെ ഒരു കുഴിമന്തിയുടെ കളർ കിട്ടാൻ വേണ്ടിയാണ് റെഡ് കളറും കൂടെ ചേർത്തത്. റെഡും യെല്ലോയിഷും വൈറ്റും ആയിട്ട് മിക്സിങ് ആയിട്ട് വരുന്നതാണ് കറക്റ്റ് ആ മന്തിയുടെ കളറ്. അത് കിട്ടാൻ വേണ്ടിയാണ് റെഡ് കളറ് ചേർത്തത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തിയാണ്. ഈ സ്റ്റൈലിൽ എല്ലാവരും വെച്ച് നോക്കണം. അപ്പോൾ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വായിൽ വെക്കുമ്പോൾ തന്നെ ഇത് മൊത്തം കഴിക്കാൻ തോന്നും. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെടും. അപ്പോൾ പല പ്രാവശ്യം മന്തി ഉണ്ടാക്കിയെങ്കിലും ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. വെറുതെ പറയല്ല കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.